ഹലോ. ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലേൽ ഒരു കുന്തവുമില്ല. പഴമക്കാർ പറയുന്ന കേട്ടിട്ടില്ലേ? ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ചിന്തകളെ പറ്റിയാണ്. സാധാരണ ചിന്തകളെ പറ്റിയല്ല, ഓവർ തിങ്കിങ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗംഗ മനീഷ് അറ്റ് സ്കൈ ഹോക്ക്. മനുഷ്യ മനസ്സിന്റെ അത്ഭുതകരമായ ഒരു കഴിവാണ് ചിന്തിക്കാനുള്ള കഴിവ്. മറ്റു ജീവജാലങ്ങൾക്കില്ലാത്തതും ആ കഴിവാണ്. ഒരു ദിവസം ഏകദേശം 60,000-ലധികം ചിന്തകളാണ് മനുഷ്യ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്. എന്താണ് ഒരു ചിന്ത? ചിന്ത എന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ അതിനെ ചിന്തിച്ച് അതിലൊരു ആക്ഷൻ എടുത്ത് ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കുന്നു. അതിനൊരു എൻഡ് റിസൾട്ട് ഉണ്ടാകുന്നു. ബട്ട് എന്താണ് ഓവർ തിങ്കിങ്? നമ്മൾ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ അതിനൊരു സൊല്യൂഷനോ ഒരു എൻഡ് റിസൾട്ടോ ഇല്ല, നമ്മളൊരു ആക്ഷനും എടുക്കുന്നില്ല. നമ്മൾ വരും വരാഴികയെക്കുറിച്ചും എല്ലാം ചിന്തിച്ച് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഒരുപാട് കാര്യങ്ങൾ വേണ്ടതും വേണ്ടാത്തതുമായി ചിന്തിച്ച് നമ്മളൊരു ലൂപ്പിൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. ഇതിനൊരു എൻഡ് റിസൾട്ടോ ഒരു ഫൈനൽ റിസൾട്ടോ ഇല്ല. എന്തായിരിക്കും അവസാനം എന്നുള്ള ആദിയോടുകൂടി ഒരു മെൻ്റൽ സ്ട്രെസ്സോടുകൂടി ആങ്സൈറ്റിയായി പാനിക്കായിട്ട് നമ്മുടെ മാനസിക നില തെറ്റിക്കുന്നതാണ് ഈ ഓവർ തിങ്കിങ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എക്സ് ആൻഡ് വൈ ഇവർക്ക് ഒരേ ഇൻറ്റൻസിറ്റിയിലുള്ള പനിയാണ്. എക്സ് വിചാരിച്ചു ആദ്യം ഒരു പാരസെറ്റാമോൾ കഴിക്കാം, അതിനുശേഷം പനി മാറിയില്ലെങ്കിൽ വൈകിട്ട് ഇന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിസിൻ എടുക്കാം, അത് കഴിയുമ്പോഴത്തേന് സെറ്റാകും. എക്സിൻ്റെ ചിന്ത അവിടെ പൂർത്തിയായി. എന്നാൽ വൈ ആണെങ്കിലോ, വൈ ചിന്തിക്കുന്നത് പലതരത്തിലുള്ള പനികളുണ്ട്. ഇപ്പോഴും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും ബെറ്റർ, കാരണം പനി കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അവർക്കാണ്. സോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിങ്ങനെ വരുമ്പോഴായിരിക്കും മനസ്സടുത്ത് പറയുന്നത് വൈറലാണോ ബാക്ടീരിയൽ ആണോ എന്ന് എങ്ങനെ അറിയാം, ചിലപ്പോൾ സ്വാബൊക്കെ എടുക്കേണ്ടി വരും. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അത് കാണത്തില്ല, ജില്ലാ ഹോസ്പിറ്റലിൽ പോകാം, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോട്ട് നമുക്ക് പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും മനസ്സ് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് മസ്തിഷ്ക ജ്വരമാണ്, എൻ്റെ കഴുത്തിനൊക്കെ നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു, അപ്പം നമുക്ക് നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നതായിരിക്കും ബുദ്ധി. ഇങ്ങനെ പറഞ്ഞ് ചിന്തിച്ച് നമ്മൾ ആ ലൂപ്പിൻ്റെ അങ്ങേ അറ്റം വരെ എത്തും. നമ്മൾ ഓവർ തിങ്കിങ്ങായി ഫ്രസ്ട്രേറ്റഡ് ആവും. ഇല്ലാത്ത മസ്തിഷ്ക ജ്വരം നമ്മൾ വരുത്തി വെക്കുന്നു. നമ്മളില്ലാത്ത എല്ലാ ജ്വരങ്ങളും നമ്മൾ വരുത്തി നമ്മളെ അട്രാക്റ്റ് ചെയ്ത് നമ്മൾ ആ അസുഖത്തിലേക്ക് എത്തുന്നു. നമ്മൾ പാനിക്കാവുന്നു. ഇനി അസുഖം വന്നാൽ എന്തൊടുക്കും, ഞാൻ മരിച്ചു പോകും, എൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? എവിടെയാണിപ്പോൾ നമ്മളിരിക്കുന്നത്? നമ്മൾ നമ്മുടെ ബെഡിൽ, എക്സും വൈയും അവരവരുടെ ബെഡിൽ ഇരുന്ന് ചിന്തിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ വൈയുടെ എൻഡ് റിസൾട്ട് എന്താണ്? വൈയുടെ കണ്ടീഷൻ വളരെ എക്സാജുറേറ്റഡ് ആകും. അലസമായ മനസ്സ് ചെകുത്താൻ്റെ കോട്ടയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഇതാണ് ഇവിടെ നടന്നത്, വൈയുടെ ഓവർ തിങ്കിങ്. നമുക്ക് ഈ ഓവർ തിങ്കിങ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ കണ്ടതും കേട്ടതും നമുക്ക് അടുത്തുള്ളവർക്കുള്ളായ അനുഭവങ്ങളും നമുക്ക് പ്രീവിയസ്ലി ഉണ്ടായ അനുഭവങ്ങളും എല്ലാം കൂടെ കൂടി ചേർന്ന് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ മനസ്സിൽ വരുന്നതാണ് നമ്മൾ പിന്നെ ഓവർ തിങ്കിങ് ആയിട്ട് പറയുന്നത്. യൂഷ്വലി ഞാൻ എൻ്റെ അമ്മയോട് പറയും രാവിലെ വിളിക്കരുത്, കുറച്ച് ലേറ്റായിട്ടേ വിളിക്കാവൂ, കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് ലേറ്റായിട്ട് കിടക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കത്തില്ല. പക്ഷേ ഇപ്പോൾ അമ്മ എന്നും രാവിലെ എന്നെ വിളിച്ചുണർത്തും. കാരണം എന്താ, മിഡിൽ ഈസ്റ്റ് ഇത്രയും സംഘർഷഭരിതമാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ മോളുണ്ടോ, എന്താ സംഭവം, എന്തൊക്കെയാണ് ഓരോ ദിവസം നടക്കുന്നതെന്ന് അവർ കാണുന്നത്, കേൾക്കുന്നത്, അടുത്തുള്ളവർക്ക് സംഭവിക്കുന്നത്, ഇതെല്ലാം അവരുടെ മനസ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുക. പക്ഷെ ഒരു പരിധി വരെ ഓവർ തിങ്കിങ് നല്ലതാണ്, നമ്മുടെ മനസ്സിനെ കാമാക്കും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് അത് വലിയ ദോഷത്തിലേക്ക് ചെന്ന് തീരും. സോ ഹൗ ടു കൺട്രോൾ ഓവർ തിങ്കിങ്? നമുക്ക് എങ്ങനെ ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വിചാരിക്കുക നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുകയാണെന്ന്. കാരണം ഒരു പരിധിക്കപ്പുറം നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കി ഇതിൻ്റെ റൂട്ട് മാറുകയാണ്. സോ അപ്പം തന്നെ നമ്മൾ ക്യാൻസൽ പറയുക, അല്ലെ സ്റ്റോപ്പ് ഇറ്റ്. ഈ ചിന്തകൾ എനിക്ക് പറ്റിയ ചിന്തകളല്ല, സോ അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അത് നേരെ റിവേഴ്സ് ചെയ്യുക ചിന്തകൾ, പിന്നെ ഇത് വരുമായിരിക്കും. സോ എഗെയിൻ സ്റ്റോപ്പ് ഇറ്റ്. അങ്ങനെ നമ്മൾ നമ്മുടെ ചിന്തകളെ അവിടെ വെച്ച് മുറിക്കുക. കാരണം ഈ ചിന്തകൾ എനിക്കിപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തുക. പിന്നെയും റെക്കറൻ്റായിട്ട് ഈ ചിന്തകൾ തന്നെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊരു പേപ്പറും പേനയും എടുത്ത് എഴുതുക. എന്നെ ഇങ്ങനെ അലട്ടുകയാണ്, എൻ്റെ കയ്യിലൊരു മുറിവുണ്ട്, ആ മുറിവ് കരിയുന്നില്ല, ആ മുറിവ് വലിയ വ്രണമാകണം, അതിനെയും കരിയാതിരിക്കുമോ, അതെന്തായിരിക്കും ഭാവിയിൽ എൻ്റെ കൈയോടെ പോകുമോ, ഇതൊക്കെയാണ് എന്നെ അലട്ടുന്ന ചിന്തകൾ എന്ന് നമ്മൾ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നേരെ അതിൻ്റെ അപ്പുറത്തായിട്ട് എഴുതി വെക്കുക, നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തിങ്സ്. എൻ്റെ കയ്യിലെ മുറിവുകൾ പെട്ടെന്നുണങ്ങി, ഞാൻ ഹെൽത്തിയായി, എൻ്റെ കൈകൾ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായി എന്നുള്ള അഫർമേഷൻ തൊട്ടപ്പുറത്ത് എഴുതുക. അങ്ങനെ എഴുതി നമ്മുടെ ചിന്തകളെ ഒരു പരിധി വരെ നിയന്ത്രിക്കാം. അടുത്ത കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഓവർ തിങ്കിങ് ആയി എത്രയൊക്കെ ആയിട്ടും ക്യാൻസൽ ചെയ്തിട്ടും പിന്നെയും വരിക, നമ്മൾ ആ ഒരു പാനിക് സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മൈൻഡിനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ടെക്നിക്കുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയം, നമ്മുടെ 5 സെൻസ് ഓർഗൻസ് വെച്ചിട്ടുള്ള
ഒരു ട്രിക്ക്. 5 സെൻസ് ഓർഗൻസ് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. സോ ഫസ്റ്റ് കണ്ണ് നമ്മൾ ഇരിക്കുന്നിടത്ത് പെട്ടെന്ന് കാണുന്ന 5 സാധനങ്ങൾ പെട്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഇരിക്കുന്നിടത്താണെങ്കിൽ ഒരു ടേബിളുണ്ട്, ഫ്ലവർ വേസ് ഉണ്ട്, ബെഡുണ്ട്, അങ്ങനെ ഞാൻ 5 സാധനങ്ങൾ. ചെവി, ഞാനിപ്പോൾ എന്തൊക്കെ സൗണ്ടാണ് കേൾക്കുന്നത്? AC യുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പുറത്ത് വാഹനങ്ങൾ പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, ഫ്രിഡ്ജിൻ്റെ എന്തോ ഒരു ഡിസ്റ്റർബൻസ് സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് എന്തൊക്കെ സൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അങ്ങനെ ഒരു 5 സൗണ്ട് നമ്മൾ സെർച്ച് ചെയ്യുക. ടേസ്റ്റ്, ഇപ്പോൾ ടേസ്റ്റ് ഒന്നുമില്ല, അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കുക, വെള്ളം കുടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ പറയുന്നത് സ്മെല്ല്, എന്തിൻ്റെ സ്മെല്ലാണ്? ഡിയോഡറിൻ്റെ സ്മെല്ലാണോ, പെർഫ്യൂമാണോ, അല്ല റൂം ഫ്രഷ്നറാണോ, അല്ല കുക്കിങ്ങിൻ്റെ ഫുഡിൻ്റെ സ്മെല്ലാണോ? നമുക്ക് ഏതൊക്കെ സ്മെല്ല് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ടച്ച്, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ ബോഡി എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടാണോ, എൻ്റെ കാല് തറയിൽ നിലത്ത് തണുപ്പുണ്ടോ, എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? നമ്മുടെ 5 സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമുക്ക് കിട്ടാവുന്നത് നമ്മൾ എടുക്കുക. അപ്പം നമ്മുടെ മൈൻഡ് അത്രയും സമയം അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് അത്രയും നേരം നമ്മൾ മൈൻഡിൽ നിന്ന് ഒരു മാറ്റം, നമുക്കതിൽ നിന്ന് ഒരു ഡിറ്റാച്ച്ഡ് ആവും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം നമ്മുടെ ഫോക്കസിനെ മാറ്റാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേക്ക് യുവർ മൈൻഡ് ബിസി. നമ്മുടെ മനസ്സിനെ ബിസിയാക്കി വെക്കുക. നമ്മളെപ്പോഴും ഓരോ വർക്കിൽ എൻഗേജ്ഡ് ആയിട്ട് നമ്മുടെ മനസ്സിനെ ബിസിയാക്കി വെക്കുക. ചിന്തകൾക്ക് കയറാൻ സമയമില്ലാത്ത രീതിയിൽ എൻഗേജ്ഡ് ആക്കുക. പിന്നെ കുക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ആ കുക്കിങ്ങിൽ തന്നെ മൈൻഡ്ഫുൾനെസ് ആയിട്ട് കുക്ക് ചെയ്യുക. പലതരത്തിലുള്ള ഡിഷസ് ഉണ്ടാക്കും, ആ ഡിഷിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, വേറെ പല ചിന്തകളിലേക്കും വരാതെ. പിന്നെ പറയുന്നത്, നമ്മൾ ഇന്ന് 24 മണിക്കൂർ വരെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് കയറ്റിയാൽ മതി. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു MRI സ്കാൻ ഉണ്ട് എൻ്റെ ഫ്രണ്ടിന്. അപ്പോൾ ആ MRI സ്കാനിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇന്നേ ചിന്തിച്ചു തുടങ്ങി. ഈ 2 ആഴ്ചയും ഈ മനസ്സിനെ ഇത്രയും ടെൻഷൻ അടിപ്പിച്ച് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? പക്ഷേ റിസൾട്ട് നോർമലാണ്. എന്നിട്ടും നമ്മളിത് അതൊന്നും അറിയാതെ നമ്മൾ ചിന്തിച്ച് ആകെപ്പാടെ ടെൻഷനാകുക. സോ നമ്മൾ തന്നെ നമുക്കൊരു ബോർഡർ ലൈൻ വെക്കുക. 24 hours മാത്രമുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ഓവർ തിങ്കിങ് ആയാലും തിങ്കിങ് ആയാലും വിത്തിൻ 24 hours അത് തീരണം. നാളത്തെ കാര്യം നാളെയല്ലേ, നാളെ നമ്മൾ ജീവനോടുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പം നാളത്തെ കാര്യം നാളത്തേക്ക് മാറ്റിക്കുക. ഇന്നത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുക. അത് നല്ലൊരു ഐഡിയ ആണ്. ഞാൻ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തൊരു ഐഡിയ ആണ് ഈ 24 hours ചിന്തകൾ. സൈലൻസ് വളരെ മനോഹരമായൊരു പ്രാക്ടീസാണ്. എല്ലാ ദിവസവും അരമണിക്കൂർ സൈലൻസിലിരിക്കുക, മെഡിറ്റേഷനിലിരിക്കുക. നമുക്ക് എന്തൊക്കെ ചിന്തകളാണ് വരുന്നതെന്ന് നമുക്ക് അനലൈസ് ചെയ്യുക. അതിന് ഓപ്പോസിറ്റായിട്ടുള്ള കൗണ്ടർ ചിന്തകൾ നമ്മൾ ഇട്ട് കൊടുക്കുക, സന്തോഷകരമായ പോസിറ്റീവ് ചിന്തകൾ. ഇത് കാലക്രമേണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഓവർ തിങ്കിങ് എന്നുള്ള ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇതിനെല്ലാം ഒരു ബോർഡറുണ്ട്. ഈ ബോർഡറിനപ്പുറവും പോയി നമ്മൾ പാനിക് ആകുകയാണെങ്കിൽ, ഒരു പാനിക് അറ്റാക്ക് സ്റ്റേജിലേക്ക് ആങ്സൈറ്റി കൂടി വരികയാണെങ്കിൽ, പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സഡനായിട്ട് നമ്മൾ ആ ടെൻഷനിലേക്ക് വന്നിട്ട് നമ്മുടെ കൈകളൊക്കെ തണുത്ത്, നമ്മൾ വേർത്ത്, പാൽപിറ്റേഷനായി, BP കൂടി, സ്ട്രെസ്സായി, ഹെഡേക്കായി, ഫെയിൻറ്റ് ചെയ്ത് വീണ്, ഇങ്ങനത്തെയൊക്കെ സിംറ്റംസായി. ഈ സിംറ്റംസിന് ജസ്റ്റ് സ്റ്റാർട്ടിങ് എങ്കിലും ഒരുള്ള സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ അറ്റൻഷൻ എടുക്കണം. നമ്മുടെ ശരീരത്തിന് വരുന്ന ഒരു മുറിവ് പോലെ തന്നെയാണ് മനസ്സിനൊരു മുറിവ് വരുന്നത്. ഇത് കാണിക്കാൻ വേണ്ടി ആരും നാണക്കേടോ, എന്നെ ആരും ഭ്രാന്തനായിട്ടോ ഭ്രാന്തിയായിട്ടോ മുദ്ര കുത്തുമെന്നോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇതെല്ലാം നോർമലാണ്. ഈവൻ സെലിബ്രിറ്റീസ് തൊട്ട് സാധാരണക്കാർ വരെയും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. പലരും അത് സെലിബ്രിറ്റീസ് ഒക്കെ ആയാലും പല ഇൻ്റർവ്യൂസിലും അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന സ്റ്റേജിൽ കൂടിയൊക്കെ കടന്നു പോയത്. എന്നിട്ടും അവർ സെലിബ്രിറ്റീസ് ആയിട്ടൊക്കെ നിൽക്കുന്നില്ലേ? സോ ഇതൊരു മാറാ രോഗമൊന്നുമല്ല. മുള്ളുകൊണ്ടെടുക്കുന്നത് മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. സോ ബി സ്ട്രോങ്, ബി സേഫ്. നിങ്ങൾ ഓവർ തിങ്കിങ് ആയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അപ്രോച്ച് ചെയ്യുക. താങ്ക് യു ആൻഡ് ബി ദ ലൈറ്റ്.